അർജുൻ ആംഗിക്കെതിരെ കാപ്പ ചുമത്തി ഉത്തരവായി. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിച്ചു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണെന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കിൽ പാർപ്പിക്കാനും ഉത്തരവുണ്ട്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, എന്തായാലും ഏറ്റവും ഒടുവിൽ കാപ്പ ചുമത്തിയിരിക്കുന്നു. ഇനി കുറച്ചുനാൾ ജയിലിൽ കിടക്കാനല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ടോം ഇക്കാര്യത്തിൽ പറയേണ്ടത്. കാരണം ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിക്കുക, ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഭീഷണിയാവുക തുടങ്ങി അർജുൻ നായകിക്കെതിരെ നിരവധി കേസുകളാണ്. അതായത് 23 കേസുകൾ, അതിൽ ഗൗരവ സ്വഭാവമുള്ള വധശ്രമം ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിയാണ്. ആ പ്രതിയാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പൂട്ടി എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് ഇതിൽ പ്രധാനമായും പറഞ്ഞത് കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇത് ഈ കാപ്പ ചുമത്തുന്നതിന് ഒരു മാനദണ്ഡം കൂടിയാണ്. ഇത്തരത്തിൽ പ്രതിയാണെങ്കിൽ കാപ്പ ചുമത്താം. അത് മാത്രമല്ല, ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്നും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കാപ്പ ചുമത്തുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി, അതായത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന് നൽകുകയായിരുന്നു. ഈ അപേക്ഷയാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്, ഉത്തരവായി വന്നിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവ് ഉടൻ നടപ്പിൽ വരുത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സൂപ്രണ്ട് മുമ്പാകെ ഹാജരാക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും അർജുൻ നായകിക്കെതിരെ നമ്മൾ ഈ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സംഭവങ്ങൾ പരിശോധിച്ചാൽ കാണാം, പോലീസിനെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ വെല്ലുവിളിച്ച് ഇയാൾ കൊച്ചിയിൽ നിന്നും പലരുടെയും സഹായത്തോടുകൂടി ഇങ്ങനെ കണ്ണൂരിലെത്തുന്നു. കണ്ണൂരിലെ ഒരു ലോഡ്ജ് മുറിയിൽ ഒളിവിൽ താമസിക്കുന്നു. അവിടെ നിന്നും അഭിഭാഷകയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് ആ അർജുൻ നായകി പിടിയിലാകുന്നതും പിന്നീട് അങ്ങോട്ട് അർജുൻ നായകിയുടെ നമുക്ക് ഓരോ കാര്യങ്ങൾ പരിശോധിച്ചാലും കാണാം, അത് ഇയാൾക്ക് ജാമ്യാപേക്ഷയുമായി അഭിഭാഷകർ രംഗത്ത് വരാത്തൊരു സാഹചര്യം. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്ക് തന്നെ അറിയാം ഇതിൽ കൃത്യമായി പോലീസ് നടപടി ഉണ്ടാകും. ഇതിൽ ഊന്നുകൽ, അതുപോലെ തന്നെ കോതമംഗലം, അതോടൊപ്പം കുട്ടുമ്പുഴ, ഇങ്ങനെ 3 പോലീസ് സ്റ്റേഷനുകളിലെ SHOമാരെ ഭീഷണിപ്പെടുത്തുക, ഈ SHOയുടെ ഭാര്യയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെ 4 കേസുകളാണ് ഈ തുടർച്ചയായി ഈ ഒരു മാസത്തിനിടെ തന്നെ ഇയാൾക്ക് വന്നത്. ഇയാൾ പിടിയിലാകുന്നത് കണ്ണൂരിലാണ്. കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇത് പോലീസിനെ വെല്ലുവിളിച്ചും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഭീഷണിപ്പെടുത്തിയും സന്ദേശമിട്ടതിനാണ് ഇയാൾ പിടിയിലാകുന്നത്. എന്തായാലും അർജുൻ നായകിയെ ആദ്യം കണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു, പിന്നീട് കുട്ടുമ്പുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു. അങ്ങനെ ഇയാളെ ഈ കാപ്പ ചുമത്തുന്നവരെ പരമാവധി പോലീസ് കസ്റ്റഡിയിലും അങ്ങനെ ജാമ്യം ലഭിക്കാത്ത രീതിയിലും പോലീസ് അത് എങ്ങനെയാണോ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് അതേ രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങളും. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അർജുൻ നായകിക്കെതിരെ കാപ്പ ചുമത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഇത്രയുള്ള കാര്യം, ഈ പോലീസിനെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ, നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ അർജുൻ നായകിയെ പോലുള്ളവർ ഓർക്കണം, നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ, അതിനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞാൽ കുറച്ച് നാളിങ്ങനെ അകത്ത് കിടക്കാം. ഒരു കുറച്ച് ജയിലിൽ കടന്ന് കുറച്ച് മര്യാദയൊക്കെ പഠിച്ച ശേഷം എന്തായാലും അർജുൻ നായകി പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ല വീണ്ടും ഗുണ്ടായുസം കാണിക്കാനാണ് പരിപാടിയെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും പിടിച്ചകത്തിടുമെന്ന് ഓർത്താൽ മതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.